ആഗോള വിപണിയിൽ എണ്ണവില തകർച്ച തുടരുമ്പോൾ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയുടെ വികസന കുതിപ്പിന് അത് തടസ്സം സൃഷ്ടിക്കില്ലെന്ന് വിലയിരുത്തൽ. അതേസമയം ഇറാൻ, ലിബിയ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. വില ഇനിയും ഇടിയുന്ന പക്ഷം ഭാവി വികസന പ്രവർത്തനങ്ങളെയും തൊഴിലവസരങ്ങളെയും അത് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഉൽപാദനം കുറച്ച് വിലത്തകർച്ചയ്ക്ക് കടിഞ്ഞാണിടുകയെന്ന ഏകതന്ത്രം മാത്രമാണ് തൽക്കാലം ഒപെക് രാജ്യങ്ങൾക്ക് മുമ്പാകെയുള്ളത്. ജൂണിൽ ആഗോള വിപണിയിൽ ബാരലിന് $110 ഉണ്ടായിരുന്ന എണ്ണവില ഇപ്പോൾ $86 കൂപ്പുകുത്തിയിരിക്കുന്നത്. നേരത്തെ ഉയർന്ന എണ്ണവില സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് അപ്രതീക്ഷിത ലാഭം ഉറപ്പാക്കിയിരുന്നു. ഇപ്പോൾ ആ ലാഭവിഹിതം കുത്തനെ കുറഞ്ഞു എന്നല്ലാതെ ഗൾഫ് സമ്പദ്ഘടനയ്ക്ക് കാര്യമായ ആഘാതമൊന്നും നിരക്കിളവിലൂടെ സംഭവിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആഗോള വിപണിയിലെ നിരക്കിളവ് കുറച്ചുകാലം കൂടി ഇങ്ങനെ തന്നെ തുടർന്നേക്കുമെന്നും അവർ സൂചിപ്പിക്കുന്നു. അതേസമയം എണ്ണവില തകർച്ചയ്ക്ക് സാഹചര്യമൊരുക്കിയത് അമേരിക്കയും സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന പ്രസ്താവനയുമായി ഇറാൻ രംഗത്ത് വന്നു. അതോടെ എണ്ണരാഷ്ട്രീയം കൂടുതൽ കത്തിപ്പടരുകയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ കാലുഷ്യങ്ങളും എണ്ണവില തകർച്ചയും എബോള രോഗഭീതിയുമായതോടെ മേഖലയുടെ പൊതുപുരോഗതിക്ക് അത് തടസ്സം സൃഷ്ടിച്ചേക്കുമെന്ന ഉത്കണ്ഠയും തള്ളാനാവില്ല. എന്നാൽ അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് മാത്രമല്ല, എണ്ണ ഇറക്കുമതിയെ അവലംബിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള പല വികസ്വര രാജ്യങ്ങൾക്കും നിരക്കിളവ് ഗുണം ചെയ്തേക്കും. എണ്ണ ഉൽപാദനം കുറച്ച് വിലയിടിവിന് തടയിടണമെന്ന ആവശ്യവുമായി ലിബിയ ഉൾപ്പെടെയുള്ള പല ഒപെക് രാജ്യങ്ങളും രംഗത്തുണ്ട്. ഇക്കാര്യത്തിൽ സൗദി എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. MCA നാസർ, മീഡിയ 1, ദുബായ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ മിഡിൽ ഈസ്റ്റ് ബുള്ളറ്റിനിൽ ഇന്ന് എത്തിയിട്ടുള്ളത് സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകൻ ജോർജ് ജോസഫ് കൊച്ചി ബ്യൂറോയിൽ, സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകനായ ഭാസ്കർ രാജ് ദുബായിൽ നിന്ന് ടെലിഫോണിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ദ പെനിൻസുലയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ PK നിയാസ് ഖത്തറിൽ നിന്ന് സ്കൈപ്പിലൂടെ ഈ ചർച്ചയിലുണ്ടാകും. ശ്രീ ജോർജ് ജോസഫ്, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ ജൂൺ മാസത്തിൽ ബാരലിന് $115 ആയിരുന്നത് ഇന്നിപ്പോൾ $85 കുറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ സ്ഥിതിവിശേഷത്തിൻ്റെ കാരണം? ഇത് ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്ത് കാരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒന്ന്, ഇതിനകത്ത് പ്രധാനമായിട്ട് സംഭവിച്ചത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളും മാന്ദ്യവും ഒക്കെ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് പല രാജ്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള മാന്ദ്യം ഇതിൻ്റെ ഉപഭോഗത്തെ കാര്യമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യം സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പുതിയ ഒരു എനർജി സോഴ്സ് അവർ സോഴ്സ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഷെൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്, ഒരു നാച്ചുറൽ ഗ്യാസിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം, കുറേയെങ്കിലും ബൾക്കായിട്ട് അത് ഉൽപ്പാദിപ്പിച്ച് അതിലേക്ക് തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിപ്പോൾ വലിയൊരു വ്യാപകമായൊരു തോതിൽ ക്രൂഡ് ഓയിൽ ഉപയോഗത്തെ അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നൊരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ചില സൂചനകൾ അത് നൽകുന്നുണ്ട്. കാരണം അമേരിക്ക കേവലം നിസ്സാരമായ രീതിയിൽ ഷെയിൽ ഗ്യാസ് 2004 മറ്റും എടുക്കാൻ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ അത് നല്ലൊരു തോതിലേക്ക്, അതായത് മൊത്തം ഉപയോഗത്തിൻ്റെ ഏതാണ്ട് 10% അടുത്തുവരെ എത്തുന്ന രീതിയിലേക്ക് അത് ഉയർന്നിരിക്കുകയാണ്. അത് ഏതാനും വർഷങ്ങൾക്കകം തന്നെ പഠനങ്ങൾ കാണിക്കുന്നത് 30% എന്ന തോതിലേക്ക് ഉയരും എന്ന് കാണുന്നു. അതോടൊപ്പം അതിൽ ഏറ്റവും പുതിയ പ്രവണത എന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങൾക്കും ഈ സോഴ്സ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ചില കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉക്രൈൻ പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തുമൊക്കെ ഇത് സോഴ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ക്രൂഡ് ഓയിലിന് പകരമായിട്ട് ഒരു പുതിയ റിസോഴ്സ് ഉണ്ടാവുകയാണോ, അത് അതിനുള്ള സാധ്യത തേടുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒപെക് രാജ്യങ്ങൾക്ക് പ്രൊഡക്ഷൻ താഴ്ത്തി വില നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇനി അങ്ങോട്ട് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമായിരിക്കില്ല. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഭാസ്കര, താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. എന്തുകൊണ്ടാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള വില ഇടിവിന്റെ പ്രധാന കാരണം താങ്കൾ കാണുന്നത്? അമേരിക്കയിൽ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഷെയിൽ ഗ്യാസിന്റെ ഉപയോഗം വ്യാപകമായതാണോ,
അവരുടെ ഉപഭോഗം കുറഞ്ഞതാണോ എണ്ണവില കുറയാൻ കാരണമായത്? അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിക്കുന്ന ഒന്നായി ഇത് മാറില്ലേ? ഇല്ല, നമുക്ക് ഇതിനെ കാണേണ്ടത് 2-3 സംഗതികളുണ്ട്. ഒന്ന്, ഇതിനകത്തെ രാഷ്ട്രീയം നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു ആഗോള സാമ്പത്തിക ആ സ്ഥിതിയോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ചില ചേരിതിരികളോ അല്ലെങ്കിൽ ചില തന്ത്രങ്ങളോ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഷെയിൽ ഗ്യാസിന്റെ ഷെയർ വർദ്ധിപ്പിച്ചതും ഇപ്പൊ ഏതാണ്ട് അമേരിക്കയിൽ 70% ഉൽപാദനം വർദ്ധിപ്പിച്ചതിനാൽ ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പകുതിയായി കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും ഈ പകുതി കുറഞ്ഞപ്പോൾ ഈ ബാക്കി വരുന്നത് ഡിമാൻഡ് സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് അത് തിരിച്ചുവിടേണ്ടിയുണ്ടാവും. അത് പ്രത്യേകിച്ച് അത് പോകുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്കാണ്. ഈ ഏഷ്യൻ മാർക്കറ്റിലെ വിപണിയിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ അവിടെ മത്സരം വർദ്ധിക്കുകയും അവിടെ വില കുറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു രാഷ്ട്രീയ കാര്യം നമ്മൾ കാണേണ്ടത് ഈ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ളതായ ഒരു കിടമത്സരമാണ്. സാമ്പത്തികമായി റഷ്യയെ തളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വില കുറവിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം റഷ്യ അവരുടെ ഈ 2014 ബജറ്റ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്, അത് ബേസ് ചെയ്തിരിക്കുന്നത് $117. അതായത് ഒരു ബാരലിന് 117 എന്ന കണക്കിലാണ് അവരുടെ ബജറ്റ് 2014 കണക്കാക്കിയത്. അതുപോലെ 2015 ഇത് 100. ഇപ്പൊ ഈ 81 അല്ലെങ്കിൽ 82 താഴ്ന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബജറ്റിനെ ടോട്ടലി അപ്സെറ്റ് ചെയ്യാനായിട്ട് അത് ഉപയോഗപ്പെടുത്തി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉക്രൈൻ പ്രശ്നത്തില് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധം റഷ്യയെ കാര്യമായി ബാധിച്ചില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരതിനെ മറികടക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വളരെ അതായത് ശ്രദ്ധയോടുകൂടി അവർ നീങ്ങുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അവിടുത്തെ ഈ ഓയിൽ കമ്പനികൾ സർക്കാരിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബജറ്റിനെ അത് സ്വാഭാവികമായിട്ടും സാരമായി ബാധിക്കുകയും അവരെ സാമ്പത്തികമായി തളർത്താനായിട്ട് ഉപകരിക്കുകയും ചെയ്യുന്നുള്ള രാഷ്ട്രീയം കൂടെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. റൈറ്റ്. ശ്രീ ജോർജ് ജോസഫ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ, ഏഷ്യൻ രാജ്യങ്ങളെ എണ്ണ വിലയിൽ ഉണ്ടായിട്ടുള്ള ഈ കുറവ് ഗുണകരമായാണോ ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം ഡീസലിൻ്റെ വില ഇപ്പോൾ ഡീറെഗുലേഷൻ വന്നത് യഥാർത്ഥത്തിൽ ഈ വിലക്കുറവിൻ്റെ ഭാഗവും കൂടി ആയതുകൊണ്ട്, വില കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ആയതുകൊണ്ട് അത് വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയില്ല. കാരണം 370 പൈസയോളം ആ ഡീസലിൻ്റെ വില ഡീറെഗുലേറ്റ് ചെയ്തതോടൊപ്പം തന്നെ കുറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്കറിയാം അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധത്തിന് വഴിവെച്ചില്ല. കാരണം വില താഴുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ ഏതാണ്ട് 70-75% നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയാണ്. 80% എന്ന് പറയാം. ആ 80% കാര്യത്തിൽ നമുക്ക് വില കുറയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നമുക്കതിനകത്ത് മെച്ചമുണ്ടാകും. നമുക്കറിയാം ഏത് എനർജി സോഴ്സിൻ്റെ വില കുറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏതൊരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത് മുന്നേറ്റത്തിന് സഹായകമാകും. അതോടൊപ്പം ഇന്ത്യക്ക് ഒരു സഹായകരമായ ഒരു കാര്യം വരുന്നത് നമ്മുടെ സബ്സിഡി ബേർഡൻ വളരെയധികം ലഘൂകരിക്കാനായിട്ട് അതുകൊണ്ട് കഴിയുന്നൊരു ആശ്വാസത്തിലേക്ക് വരും. അത് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിനടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് നേട്ടം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അത് എണ്ണ ഉപയോഗിക്കുന്ന ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അത് ഗുണകരമായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ച് അത് ഗുണകരമായിരിക്കും. കാരണം 80%-ലേറെ നമ്മൾ ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഇതിനു മുൻപും തന്നെ ഈ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള മാറ്റം നമ്മുടെ ഇടയിൽ കാണാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വില നിയന്ത്രണാധികാരം സർക്കാർ കമ്പനികൾക്ക് നൽകിയതോടുകൂടി സ്വാഭാവികമായും അവർ ഇതിനു മുൻപ് ഉന്നയിച്ചിരുന്ന വാദം എണ്ണ ശുദ്ധീകരണത്തിനും സംസ്കരണത്തിനും വേണ്ടി ചെലവാക്കുന്ന തുക, സർക്കാരിൻ്റെ സബ്സിഡി, ഇതെല്ലാം അവർക്ക് അധിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന പേരിലാണ് അവർ എപ്പോഴും വില കൂട്ടിക്കൊണ്ടേയിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോഴുള്ള നിലയിൽ തുടർന്നാൽ എണ്ണ കമ്പനികൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടാതെ തന്നെ മുന്നോട്ട് പോകുമോ ഇന്ത്യയിൽ? തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ന്യായം പറയാനില്ല. കാരണം അവർ പറഞ്ഞിരുന്ന ന്യായങ്ങളെല്ലാം തന്നെ തൊടുന്യായങ്ങളാണെന്ന് നമുക്കറിയാം. കാരണം നഷ്ടത്തിലാണെന്നുള്ള കണക്ക് വളരെ വ്യക്തമായിട്ടും തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും എല്ലാവരുടെയും മുമ്പിൽ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ അവസരത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നു. അതുമാത്രമല്ല എല്ലാ മാധ്യമങ്ങളിലും ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന വിധത്തിലേക്ക് ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയും മറ്റും അത്രയും ഒരു ട്രാൻസ്പെറൻ്റ് ആണ്.
അതുകൊണ്ട് ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ന്യായീകരണം പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ കഴിയും? അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇത്രയും നാൾ പിടിച്ചു നിന്നത് അവർക്കുണ്ടായിരുന്ന നേരത്തെ സംഭവിച്ച നഷ്ടം അടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് നേടിയെടുക്കുന്നതിന്, അത് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് വില കുറയ്ക്കാതെ നിർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, തുടർച്ചയായിട്ട് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള ഗോപി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ വിലക്കയറ്റം വില കുറയലും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും എന്നുള്ളതാണ്. പക്ഷേ ജൂൺ മാസത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡിയായിട്ട് അത് താഴോട്ട് പോയി ഒരു 5 വർഷത്തിനിടയിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ന്യായവും ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത അവിടെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചേ മതിയാവൂ എന്നുള്ള നിലയിൽ അവരെത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ശ്രീ ഭാസ്കർ രാജ്, ഈ ഇറക്കുമതി എണ്ണയെ ആശ്രയിക്കുന്നത് അമേരിക്ക ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും എണ്ണവില കൂടുതൽ വീണ്ടും കുറയാനുള്ളൊരു സാഹചര്യമല്ലേ ഉണ്ടാവുക? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദനം കുറച്ച് എണ്ണവിലയുടെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഏക പോംവഴിയാണോ ഒപെക് രാജ്യങ്ങളുടെ മുന്നിലുള്ളത്? സ്വാഭാവികമായും അവർക്ക് ചെയ്യേണ്ട വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ട പോലെ ഈ ഒപെക് രാജ്യങ്ങൾ തമ്മിലുള്ള സമവായം പലപ്പോഴും കുറവാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഉത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടി ഒപെക് രാജ്യങ്ങൾ തമ്മിൽ അതായത് ജൂണിലിപ്പം അടുത്ത മാസം അവർ മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗിൽ എത്രമാത്രം അത് ഫലപ്രദമാകുന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ മാർക്കറ്റ് കൺട്രോൾ നിയന്ത്രണം കയ്യിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അവര് പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് സാധ്യതയുള്ളത്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് സൗദി അറേബ്യയിൽ അതാണ് ചെയ്യാനായിട്ട് അവർ പോകുന്നത്. സൗദി അറേബ്യക്ക് തൽക്കാലം, അതായത് ഈ യൂറോപ്യൻ മാർക്കറ്റിന് ഉപരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഇക്കോണമിയിൽ അധികം ബാധകമാകാനായിട്ട് സാധ്യതയില്ലെന്ന് നമുക്ക് കണക്കാക്കാം. കാരണം സൗദിയിലെ ഒന്നാമതായത് ഈ രാജ്യങ്ങളിൽ വൻപിച്ച വിദേശ നാണയ ശേഖരം ഉണ്ടെന്നുള്ളതാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കുറെ നാളത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുള്ളതുകൊണ്ടും അതുപോലെ തന്നെ അടുത്ത കാലങ്ങളിലേക്കായിട്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ ചൂട് കുറഞ്ഞതുകൊണ്ട് ഉപഭോഗം കുറയുന്നതിനാൽ കുറച്ച് കൂടുതൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടും ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വില പ്രത്യേകിച്ചും കൂടാനായിട്ടുള്ള ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട്. അതായത് മിക്കവാറും അത് 100 ലെവലിലേക്ക് ക്രമേണ വരും. മറ്റൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടതുള്ളത്, ചൈനയിലെയും ഇന്ത്യയിലെയും ഉപഭോഗം വർദ്ധിക്കുകയാണ്. ഡിമാൻഡ് വർദ്ധിക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ ഈ മത്സരം കാരണം വില തിരിച്ചു തന്നെ വരാനാണ് സാധ്യതയുള്ളത്.